ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡ്രില്ലർ അല്ലെങ്കിൽ AD എന്ന് പറഞ്ഞ പൊസിഷനിൽ വരുന്ന ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഡെറിക്മാൻ എന്നുള്ള ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ഡെറിക്മാൻ്റെ ജോബ് എല്ലാം നമ്മൾ പ്രോപ്പർലി പഠിച്ച് നമ്മൾ അടുത്ത പോസ്റ്റിലേക്ക് പോവാണ് അസിസ്റ്റന്റ് ഡ്രില്ലർ. അപ്പോൾ അസിസ്റ്റന്റ് ഡ്രില്ലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ മെയിൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിമിനകത്ത് തന്നെയുണ്ട് ഡ്രില്ലറിനെ അസിസ്റ്റ് ചെയ്യുക. അസിസ്റ്റന്റ് ഡ്രില്ലറാണ്. അപ്പോൾ ഡ്രില്ലർ എന്ന് പറഞ്ഞ ആൾ എപ്പോഴും ഒരു ഡ്രില്ലർ ക്യാബിനുള്ളിൽ നിന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്രില്ലറിന് ഒരിക്കലും ഡ്രില്ലർ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ജോബ്സ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ടൂൾസ് കാര്യങ്ങളൊന്നും പോയി താഴെ നിൽക്കാൻ പറ്റില്ല. സോ എപ്പോഴും ഒരു ഡ്രില്ലറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് അസിസ്റ്റന്റ് ഡ്രില്ലർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഡ്രിൽ ബിറ്റ്, അല്ലെങ്കിൽ റീമർ, ഹോൾ ഓപ്പണർ, സ്റ്റെബിലൈസർ, ഡ്രിൽ കോളേഴ്സ്, ഇതുപോലെ കുറേ എക്യുപ്മെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട് ഡ്രില്ലിങ്ങിന് വേണ്ടി. അപ്പോൾ ഒരു ഡ്രില്ലറിന് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, ആ ടൂൾസ് അറേഞ്ച്മെന്റ് ചെയ്യുന്ന ആളാണ് അസിസ്റ്റന്റ് ഡ്രില്ലർ എന്ന് പറഞ്ഞാൽ. ആ ഒരു ജോബ് മാത്രമല്ല അസിസ്റ്റന്റ് ഡ്രില്ലറിന് വരുന്നത്. മെയിൻ ആയിട്ടുള്ളത് ഡ്രില്ലറിന് ആവശ്യമുള്ള ടൂൾസ്, അല്ലെങ്കിൽ ഡ്രില്ലറിന് വേണ്ട നീഡ്സ് എന്തൊക്കെയാണ് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ജോബാണ് നമ്മുടെ അസിസ്റ്റന്റ് ഡ്രില്ലറിന് വരുന്നത്. അതിന് പുറമെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിലെ ഒരു സൂപ്പർവൈസർ എന്ന് വേണമെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് ഡ്രില്ലറിനെ വിളിക്കാം. അപ്പോൾ അസിസ്റ്റന്റ് ഡ്രില്ലറാണ് നമ്മളുടെ മഡ് ടാങ്ക് സിസ്റ്റം, അല്ലെങ്കിൽ മഡ് പമ്പ്, അല്ലെങ്കിൽ താഴെ വർക്ക് ചെയ്യുന്ന റെസ്റ്റ് ബൂട്ട്, ഇങ്ങനെയുള്ള ആൾക്കാരെ ഫുള്ളി കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ആസ് എ ടീം ലീഡർ അയാൾക്കാണ് അവിടുത്തെ ഒരു കമാൻഡിങ് പവർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വെൽ കൺട്രോൾ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് H2S പോലുള്ള ഗ്യാസുകൾ, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്നൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കിക്ക് അല്ലെങ്കിൽ ബ്ലോ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കിക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു ബ്ലോ ഔട്ട് വരുന്ന സമയത്ത് ടൂൾ പുഷറിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ അസിസ്റ്റന്റ് ഡ്രില്ലറിന്റെ ജോബ് വരുന്നത്. പിന്നെ അസിസ്റ്റന്റ് ഡ്രില്ലറിന് ടൂൾ അറേഞ്ച്മെന്റിനകത്ത് തന്നെ നമുക്ക് വരുന്ന ഈ നേരത്തെ പറഞ്ഞ ഡ്രിൽ പൈപ്പുകൾ മെഷർ ചെയ്യുക, ഡ്രിൽ പൈപ്പിന്റെ ടാലീസ് ക്രിയേറ്റ് ചെയ്യുക. ഡെറിക്മാന് മങ്കി ബോർഡിൽ ഇല്ലാത്ത ടൈമിൽ, ഡെറിക്മാൻ ചില സമയത്ത് ഫ്രീ ടൈം ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈം കാണും, അല്ലെങ്കിൽ മഡ് ടാങ്കിൽ ബിസി ആയിട്ടുള്ള സമയം കാണും. ആ ഒരു ടൈമിൽ ഡെറിക്മാൻ ചെയ്യേണ്ട ജോബുകളെല്ലാം ചെയ്യേണ്ട ഒരാൾ ഈ അസിസ്റ്റന്റ് ഡ്രില്ലർ എന്ന് പറഞ്ഞ ആളാണ്. എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് ഡ്രില്ലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതിനു മുമ്പ് ഡെറിക്മാനായിട്ടായിരിക്കും വർക്ക് ചെയ്തേക്കുന്നത്. സോ ഒരു ഡെറിക്മാന്റെ എല്ലാ ജോബുകളും അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം അസിസ്റ്റന്റ് ഡ്രില്ലർ എന്ന് പറയാം. അപ്പോൾ ഒരു റിഗിലെ ഗ്രൗണ്ട് ലെവൽ സൂപ്പർവൈസർ ആയിട്ട് നമുക്ക് അസിസ്റ്റന്റ് ഡ്രില്ലറിനെ പറയാം.